പ്രശാന്തേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് രൂക്ഷമായ വിമർശനങ്ങൾ ഇരുഭാഗങ്ങളിൽ നിന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് പരസ്പരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അമിത്ഷായ്ക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കേരളത്തെ അവഗണിക്കുന്നു, കോടതിയുമായി ചേർന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് തുടങ്ങിയ രീതിയിലുള്ള വളരെ പരിതാപകരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നുമില്ല, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മറുപടിയുമില്ല. എന്താണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള വാസ്തവം? ഇത് സത്യം, മുഖ്യമന്ത്രി കല്ല് വെച്ച് നുണ പറയുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഒരു മുഖ്യമന്ത്രിമാരും ഇങ്ങനെ നുണ പറഞ്ഞിട്ടില്ല. ഇത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതാണ് സത്യമെങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല? അവിടെ എന്തായിരുന്നു മൗനം? എന്താ കേരളത്തിൻ്റെ നാവിറങ്ങിപ്പോയോ? ഈ ഹൈക്കോടതിയിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ചൊരു അഭിഭാഷകൻ പോയിരുന്നല്ലോ, കേരളത്തിൻ്റെ സത്യവാങ്മൂലമൊക്കെ കൊടുത്തിരുന്നല്ലോ. എന്താ അതിനകത്ത് കണക്കുകളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. എത്ര രൂപ ഫണ്ട് കയ്യിലുണ്ട്? SDRF, അതായത് ദുരന്ത നിവാരണ അതോറിറ്റി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ വർഷവും ഒരുമിച്ച് നിക്ഷേപിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. വയനാട് എത്ര രൂപ ചെലവാക്കി, കേന്ദ്രം എത്ര തന്നു ഇതുവരെ, തുടങ്ങിയ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഈ മുഖ്യമന്ത്രി എന്താ പറയാത്തെ? ഈ കേരളത്തിൻ്റെ അഭിഭാഷകൻ അവിടെ പോയിട്ട് എന്താ കവാത്ത് മറന്നതുപോലെ തിരിച്ചു വന്നത്? അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്? ഒന്നാമത്തെ ചോദ്യം, ആരാണ് കള്ളം പറയുന്നത്? അമിത്ഷാ കള്ളം പറയുന്നുണ്ടോ? ഇല്ല എന്ന് വേണം നമുക്ക് കോടതി നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായ കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടാണ് കോടതി കഴിഞ്ഞ ദിവസം കേരളത്തെയും കേരളത്തിൻ്റെ സർക്കാരിനെ എടുത്ത് കുടഞ്ഞത്. അതായത് വെറുതെ ചുമ്മാ വന്ന് എന്തെങ്കിലും പറയരുത്, ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വേണം. എവിടെ ഈ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു? ഈ ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിനുള്ളതിൽ നിന്ന് എത്ര രൂപ വയനാടേക്ക് ചിലവഴിച്ചു? നിങ്ങൾ എന്ത് കണക്കാണ് കൊടുത്തത്? ചെലവഴിച്ചതിൻ്റെ കണക്ക് എത്ര? ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ? ഒരു ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു പിണറായി വിജയനും പിണറായി വിജയൻ്റെ വക്കീലിനും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വാർത്തയൊക്കെ പുറത്ത് വന്ന് വലിയ തോതിൽ ജനരോഷം ഉയർന്നപ്പം തിരിച്ച് കേന്ദ്രത്തെ കുറ്റം പറയുകയാണ്. ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പത്രക്കാരുടെ മുന്നിൽ ഇങ്ങനെ എന്തും പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ നാട്ടുകാരൊക്കെ എന്താ, അരിയാഹാരം കഴിക്കുന്നവരല്ലേ, അവർക്കൊന്നും ഇത് മനസ്സിലാവില്ല. അപ്പോൾ എന്തും പറയാമെന്നാണോ? ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതായത് ഒരു മാനദണ്ഡവുമില്ല, ഫണ്ട് ഇങ്ങോട്ട് തരണം. എന്താ പ്രത്യേക പാക്കേജ് വയനാടിന്? ഈ വയനാട് ദുരന്തം സമാനതകളില്ലാത്തതാണ്, വലിയ ദുരന്തമാണ് സംഭവിച്ചത്. അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നു, കേന്ദ്ര സർക്കാരും അംഗീകരിക്കുന്നു. പക്ഷേ ഇതിന് മാനദണ്ഡമൊന്നും വെക്കരുത്. ഒരു പ്രത്യേക ഫണ്ട് ഇങ്ങി തരണം, പ്രത്യേക പാക്കേജ് ഇങ്ങി തരണം, അതിൻ്റെ കണക്ക് ചോദിക്കരുത്. എന്താ ഇതിൻ്റെ അടിസ്ഥാനം? തീർന്നില്ല. വർഷം തോറും നിശ്ചിത തുക കേന്ദ്രം കൊടുക്കുന്നുണ്ട്, സംസ്ഥാനവും അതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് ഈ ദുരന്ത നിവാരണ ഫണ്ട്. അതിലിപ്പോൾ ബാക്കി എത്രയുണ്ട്, എത്ര ചെലവഴിച്ചു, വ്യക്തതയില്ല. നിലവിലിപ്പോൾ SDRFൽ 675 കോടി രൂപയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ എത്ര രൂപ ഈ വയനാട് പുനരധിവാസത്തിനായിട്ട് ചെലവാക്കാൻ വേണ്ടി സാധിക്കും എന്നതിലാണ് കേരളത്തിന് യാതൊരു തരത്തിലുമുള്ള മറുപടിയില്ല. ഇപ്പം ഗൗതം പറഞ്ഞ ഈ കണക്കിൽ തന്നെ ഒരു പെശകുണ്ട്. കേരളം പറയുന്ന കണക്കാണല്ലോ ഗൗതം പറയുന്നത്. 800 കോടിക്കടുത്ത് ഫണ്ടുണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇവർ ഇപ്പോൾ 700 കോടിയുടെ കാര്യം പറയുന്നു. പുറത്ത് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഇത് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 500 കോടിയുടെ ഫണ്ടേ ഉള്ളൂ എന്ന് പറയുന്നു. ഈ ഫണ്ട് തന്നെ കടലാസിലുണ്ട്, അവിടെ ഖജനാവിലുണ്ടോ? പണമുണ്ടോ സർക്കാരിൻ്റെ കയ്യിൽ? ഇല്ല എന്നാണ് ഉത്തരം. എൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. പണം അതിലില്ല. ഈ ഇല്ലാത്ത പണത്തിൻ്റെ കണക്ക് എഴുതി വെച്ചിട്ട് ഇത്രയുണ്ട് എന്ന് കടലാസിൽ കാണിച്ചുകൊണ്ട് കോടതിയെ മക്കാറാക്കാൻ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. അത് പൊട്ടിപ്പോയി, അത് ചീറ്റിപ്പോയി, ഇനി കഴിഞ്ഞില്ല. ഈ ഹൈക്കോടതി ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു കണക്കും കേരളത്തിന് നൽകാനുണ്ടായിരുന്നില്ല. ഫണ്ട് വിനിയോഗം വ്യക്തമല്ല. അതായത് ഇവിടെ തന്നെ എത്ര രൂപ നമ്മൾ എങ്ങനെയൊക്കെ ചെലവഴിച്ചു കൃത്യമായ കണക്കില്ല. ഈ എന്താ പറയണ്ടേ, ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, ഈ ഫണ്ട് വകമാറ്റി ചെലവാക്കിയിരിക്കുന്നു എന്നാണ്. ഈ ഫണ്ടിൽ നിന്ന് ആ പണം എടുത്ത് കേരളം മറ്റു പല കാര്യങ്ങൾക്കും ദൂർത്തടിച്ചു, ഒറ്റ വാക്കി പറഞ്ഞ. അപ്പോൾ നിങ്ങൾ എത്ര ചെലവാക്കി എന്ന് കോടതിയും കേന്ദ്ര സർക്കാരും ചോദിക്കുമ്പോൾ മറുപടി പറയണ്ടേ? അതിന് പകരം നിങ്ങൾ ഇങ്ങോട്ട് ഇത് തരുന്നില്ല, ഞങ്ങളെ അവഗണിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണോ പറയേണ്ടത്?
ഇവിടുന്ന് കുറേ എം പിമാർ, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എം പിമാർ, ഇപ്പോൾ പ്രതിപക്ഷ എം പിമാരാണല്ലോ കൂടുതലുള്ളത്, കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ എം പിമാരാണല്ലോ കൂടുതലുള്ളത്. അവരുടെ കൂടെ ഈ ഇടതുപക്ഷ എം പിമാർ, രാജ്യസഭയിലും ഒക്കെ ജയിച്ച എം പിമാരെല്ലാം കൂടെ ചേർന്ന് അമിത്ഷായെ കാണാൻ പോയി, മെമ്മോറണ്ടം കൊടുത്തു, നിവേദനം കൊടുത്തു. എന്തേ കേരളത്തിൽ ബി ജെ പിക്ക് എം പി ഇല്ലേ? രണ്ടുപേരും മന്ത്രിമാരാണല്ലോ, അവരെ കൂടെ കൂട്ടാത്ത? ഈ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എവിടെ പോയി? മരിച്ചു പോയോ? ഈ പിണറായി വിജയന് അവരെ അറിഞ്ഞുകൂടെ? ഈ കേരളത്തിലെ എം പിമാർക്ക് അവരെ അറിഞ്ഞുകൂടെ? അപ്പോൾ അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കളിക്കുന്ന നാടകമാണ്. കാരണം ഈ എം പിമാരെ കൊണ്ടുപോയാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ഇവിടെ ഈ ഭരണപക്ഷവും ഒരു പരിധി വരെ പ്രതിപക്ഷം ഒത്തുകളിക്കുകയാണ്. ഇത് അറിഞ്ഞുകൂടാ. ഇത് ശരിക്കും ഈ ഒത്തുകളി അറിഞ്ഞുകൂടാത്ത ഒരാളാണ് പുതിയ എം പി പ്രിയങ്ക ഗാന്ധി. അവർക്ക് ഈ അന്തർധാര അത്ര അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ കേന്ദ്രത്തെ കുറ്റം പറയാതെ മൗനം പാലിച്ചത്. ഈ വിഷയം വന്നപ്പോൾ അവർ പറഞ്ഞു, അമിത്ഷായെ പോയി കണ്ടു, എല്ലാം കൊടുത്തു, അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു എം പിയോട്, തീർച്ചയായിട്ടും വയനാടിൻ്റെ എം പിയോട് കേന്ദ്രമന്ത്രി മറുപടി പറയേണ്ട ബാധ്യത കേന്ദ്രമന്ത്രിക്കുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താതിരുന്നത്. അവർക്കും തോന്നി ഇതിനകത്ത് എന്തോ പെശകുണ്ടെന്ന്. ഈ പോയ ബി ജെ പിയുടെ 2 മന്ത്രിമാരെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വന്നേനെ. അത് ഒളിച്ചു വെക്കാൻ വേണ്ടി ഈ പ്രതിപക്ഷത്തെ കൂടെ കയ്യിലെടുത്തുകൊണ്ട്, കോൺഗ്രസിലെ ഇവിടുത്തെ എം പിമാരെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് പിണറായി വിജയൻ കളിച്ചൊരു പൊറാട്ട് നാടകമാണ് ഈ അമിത്ഷായെ കണ്ട് നിവേദനം കൊടുക്കൽ. എന്തു മോശമാണിതൊക്കെ. എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ അവഗണിക്കുന്നു, ഒന്നും തരുന്നില്ല. ദുരന്തം വിറ്റ് ജീവിക്കുകയാണ്, ദുരന്തം വിറ്റ്. അതാണ് ഒറ്റ വാക്കി പറയേണ്ടത്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് വലിയ തോതിൽ ആത്മരോഷം ഉണ്ടാകുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഞാൻ ചോദിക്കുന്ന, ശരി, അമിത്ഷാ അവഗണിക്കുന്നു, കേന്ദ്രം അവഗണിക്കുന്നു, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു, എല്ലാം യോജിക്കാം. പക്ഷെ ഹൈക്കോടതി യോജിച്ചപ്പോൾ എന്താ മറുപടി കൊടുക്കാതെ? നിലവിൽ ഇപ്പോൾ പറയുന്നത് കേരളത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് 291 കോടി രൂപ കേന്ദ്ര സർക്കാർ SDRFിലേക്കായിട്ട് നൽകി. അതിൽ 95 കോടി എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിഹിതമാണ്. അതിൽ 97 കോടി രൂപ ദുരന്ത നിവാരണത്തിനായിട്ട് വയനാട്ടിൽ ചെലവഴിച്ചു. ബാക്കി 677 കോടി രൂപ SDRFിലുണ്ട് എന്നാണ്. ഈ തുകയിൽ എത്ര തുക ഇനി പുനരധിവാസത്തിനായിട്ട് ചെലവഴിക്കാൻ സാധിക്കും? അതിൽ കേരളത്തിന് യാതൊരു മറുപടിയും ഇല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള. തീർച്ചയായിട്ടും. ഇനി ഇതിനകത്ത് ഇപ്പോൾ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രശ്നം ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കും. ഈ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് SDRFിലേക്കൊക്കെ സംഭാവന ചെയ്തു. അതിൻ്റെയൊക്കെ കണക്കുകൾ അത്യാവശ്യം നമുക്കറിയാം, പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്. പക്ഷേ ഇതല്ലാതെ നേരിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കാനും, പിന്നെ പുതിയ തകർന്നുപോയ സ്കൂളുകൾ പുനർനിർമ്മിക്കാനും ഒക്കെ ആയിട്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സേവാഭാരതി, ലുലു, യൂസഫ് അലി, അതുപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് വലിയ വലിയ സംരംഭങ്ങൾക്ക് പണം മുടക്കിയിരിക്കുന്ന ടാറ്റ, ഇവരെല്ലാവരും ലോകം മുഴുവനും ഇത്തരത്തിൽ സഹായിക്കാൻ, പ്രവാസികൾ, അമേരിക്കൻ മലയാളികൾ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 വീട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറയുന്നു, 140 മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് കമ്മിറ്റികൾ ചേർന്ന് 140 വീടുകൾ അവിടെ വെച്ചു കൊടുക്കാനായിട്ട് അവർ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ സേവാഭാരതി അവിടെ ചെയ്യുന്നത് മുഴുവനും ദേശീയ സേവാഭാരതിയുടെ ബാനറിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനൊക്കെ കണക്കുണ്ട്. ഇവരെല്ലാവരും ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഈ മുഖ്യമന്ത്രി പറയുകയാണ് കേന്ദ്രം അവഗണിക്കുകയാണ്, ഒന്നും തരുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഈ രാഷ്ട്രീയം അതാണ് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. അദ്ദേഹം ആലോചിക്കേണ്ടത്, അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ല തോന്നിവാസം വിളിച്ചു പറയാൻ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അന്തസ്സ് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ എന്ത് തോന്നിയാസവും വിളിച്ചു പറയാൻ. പണ്ട് പാർട്ടി സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നപ്പം എന്തും വിളിച്ചു പറയാമായിരുന്നു. അപ്പോൾ ജനങ്ങൾ അതിനെ അർഹിക്കുന്ന പ്രാധാന്യമേ കൊടുക്കുകയുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അദ്ദേഹം അത് ചെയ്യരുത്, മലർന്നു കിടന്ന് തുപ്പരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് ദയവായി അദ്ദേഹത്തിനോട് അപേക്ഷിക്കാനുള്ളത്. കേരളത്തെ നാണം കെടുത്തരുത്. ഇക്കാര്യത്തിൽ വളരെ കേന്ദ്രവുമായി ചേർന്നുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. ഹൈക്കോടതിയിൽ അത് പറയാമായിരുന്നല്ലോ. കൃത്യമായ കണക്ക് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നേനെ. ഇത് വളരെ നിരുത്തരവാദപരമായിട്ട്, വളരെ ഏകപക്ഷീയമായിട്ട് മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഇത് കേരളത്തിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് കേരളത്തിനും കൂടെ നാണക്കേടാണ്. ദയവായി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് അങ്ങ് ഇത് ചെയ്യരുതേ എന്നാണ് നമുക്ക് പറയാനുള്ളത്.